ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ എഗ് പിക്കപ്പ് എക്സ്പീരിയൻസും പിന്നെ എത്ര എഗ്ഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു IVF സക്സസ് ആകുമെന്നും എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. സോ എൻ്റെ എഗ് പിക്കപ്പ് ഡേയിൽ നമുക്ക് തലേ ദിവസമൊന്നും അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്താനായിരുന്നു പറഞ്ഞത്. ഞങ്ങളൊരു 6:45 കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളോട് തിയേറ്ററിൽ കയറ്റും. IVFൻ്റെ എഗ് പിക്കപ്പ് ചെയ്യുന്നത് OPയിൽ വെച്ചായിരിക്കുമല്ലോ. അപ്പം അവിടെ കയറ്റിയിട്ട് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള ഡ്രസ്സ് ഇടും. ദെൻ അവിടെ കിടത്തിയിട്ട് നമുക്ക് ക്യാനുല ആയിട്ട് നമുക്ക് IV കയറ്റും, കുറച്ച് ഫ്ലൂയിഡൊക്കെ കയറ്റും. പിന്നെ BP അതെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ ഇത് ടെസ്റ്റ് ഡോസ് ആയിരിക്കും, എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ. പിന്നെ എനിക്കൊരു TT എടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി എല്ലാവർക്കും എഗ് പിക്കപ്പിന് മുന്നേ ഒരു TT എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു എൻ്റെ എഗ് പിക്കപ്പ് ഡേക്ക് ഞാനും വേറൊരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആദ്യം ആ ചേച്ചിയായിരുന്നു കയറ്റിയത്. എനിക്ക് എൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്തത് ഒരു 9:30 ആയപ്പോഴായിരുന്നു, രാവിലെ തന്നെ. അങ്ങനെ നമ്മൾ ആദ്യം നടന്നു തന്നെയാണ് തിയേറ്ററിൻ്റെ ഉള്ളിൽ പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനൊരു തിയേറ്ററിൽ കയറുന്നത് തന്നെ. സോ നമ്മളവിടെ കടന്നു. പിന്നെ അനസ്തീഷ്യ ഉടനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ബോധമൊന്നും കാണൂലല്ലോ. അപ്പം പിക്കപ്പെല്ലാം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്സിൻ്റെ അനസ്തീഷ്യയുടെ സെഡേഷൻ മാത്രമേ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ നോർമലായിട്ട് എഴുന്നേക്കും. അങ്ങനെ എഴുന്നേറ്റപ്പോഴത്തേക്ക് എനിക്ക് ഒരു ക്രാമ്പിങ് പോലെ ഉണ്ടായിരുന്നു. പീരീഡ്സിൻ്റെ ടൈമിൽ പീരീഡ്സ് സ്റ്റാർട്ടാകുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് വരുന്ന ഒരു ടൈപ്പ് പെയിൻ ഉണ്ടായിരുന്നു. അല്ലാതെ ഭയങ്കര പെയിനായിട്ട് എനിക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇച്ചിരി ക്ഷീണം ഉണ്ടായിരുന്നു. അത് അനസ്തീഷ്യൻ്റെ ആണെന്ന് അവിടുത്തെ നഴ്സുമാരൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് കിട്ടിയ എഗ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മൊത്തത്തിൽ 8 എഗ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രേ കിട്ടുള്ളൂ എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. ബിക്കോസ് AMHൻ്റെ ഇഷ്യൂ കാരണമാണ് ഞാൻ IVF ചെയ്യാൻ തന്നെ കാരണം. അപ്പം 8 എഗ്സ് കിട്ടിയത് തന്നെ എനിക്ക് ഒരു ലക്കായിട്ടാണ് തോന്നിയത്. അപ്പം നമുക്ക് എഗ് പിക്കപ്പ് എല്ലാം കഴിഞ്ഞ് അന്ന് തന്നെയാണ് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ ഡോക്ടർ വന്ന് നമ്മളെ കാണും, റിപ്പോർട്ടെല്ലാം അപ്പം തന്നെ നമ്മളോട് പറയും. അതിന് മുന്നേ നമുക്ക് ഒരു സ്കാനിങ്ങും കൂടെ കഴിയും. എഗ് പിക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് ഫുഡൊക്കെ തന്ന് നമ്മൾ നോർമലായി കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കൊരു സ്കാനിങ് ഉണ്ട്. സോ ആ സ്കാനിങ്ങിൽ നമുക്ക് IVF കഴിഞ്ഞിട്ട് യൂട്രസിലെ ലിക്വിഡ് ഫ്ലൂയിഡ് എന്തെങ്കിലും കെട്ടിക്കിടപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആ സ്കാനിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടർ PV ചെയ്യും. അപ്പോൾ വേദന ഒന്നുമില്ല, നോർമലാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ നമുക്ക് ഒരു 1 or 2 days നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടതായിട്ട് വരും. മോസ്റ്റ്ലി ഒരു 95% ആൾക്കാരും അങ്ങനെ അഡ്മിറ്റ് ആകാറില്ല എന്നാണ് എനിക്കൊരു അറിവ്. ബിക്കോസ് ആർക്കും അങ്ങനെ അത്ര പ്രശ്നമുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാറില്ല. അപ്പം നമ്മുടെ എഗ് പിക്കപ്പ് കഴിഞ്ഞുള്ള സ്കാനിങ്ങിൽ എൻ്റെ കേസിൽ എൻ്റെ യൂട്രസിൽ ലിക്വിഡ് ഉണ്ടായിരുന്നു, ഫ്ലൂയിഡ് കെട്ടിനിപ്പുണ്ടായിരുന്നു കുറച്ച്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിനെ വന്ന് കാണും. അപ്പോൾ ഡോക്ടർ ഡയറക്റ്റ്ലി പറയും നമുക്ക് എനിക്ക് 8 എഗ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 1 മെച്യൂർഡ് അല്ലായിരുന്നു, മീൻസ് ക്വാളിറ്റി കുറവായിരുന്നു. ബാക്കി 7 ICSI ചെയ്യാൻ എനിക്ക് ICSI ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ICSI ചെയ്യുന്ന IVF ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി Day 3 എംബ്രിയോസ് ആയിരിക്കും, അത് Day 3 നമ്മളോട് അറിയിക്കുമെന്നും പറയും. IVF സക്സസ് ആകണമെങ്കിൽ ഇപ്പം ഒരു 20 എഗ്സ് കിട്ടിയാലും ഇപ്പം 20 എഗ്സിലും ഒരു 50 ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്കത് ഒരു കാര്യമുള്ള കാര്യമല്ല. ഒരു 5 നല്ല A ഗ്രേഡ് ക്വാളിറ്റിയുള്ള ഒരു കുറച്ച് എഗ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എഗ്സിൻ്റെ കാര്യമില്ല. ഒരു എഗ്ഗ് കിട്ടിയിട്ടുള്ളെങ്കിലും അത് നല്ല ക്വാളിറ്റിയും നല്ല സെൽസ് എല്ലാം പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വരുന്ന എഗ്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു എഗ്ഗിലൂടെ തന്നെ നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതാണെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. അപ്പം നമുക്ക് കുറവ് എഗ്സ് കിട്ടിയെന്ന് പറഞ്ഞ് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല.